CPIM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിലും തിരുവനന്തപുരത്തെ രാപകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അംഗത്വം കൈമാറിയത്. പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും. അധികാരമോഹമില്ലെന്നും എളിയ കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്നും ഐഷ പോറ്റി 24 പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച വിസ്മയങ്ങൾ, അതിൽ ഒന്ന് ഐഷ പോറ്റിയാണ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. മാഡം, എന്താണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. കുറേയധികം കാര്യങ്ങൾ വളരെ സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിന് വേണ്ടിയായാലും മനുഷ്യർക്ക് വേണ്ടിയായാലും ജനങ്ങളോടൊപ്പം ഒക്കെ ആയാലും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ഒരു സ്പേസിൽ ആവശ്യമില്ലാന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അപ്പോഴേ മാറുക എന്നുള്ളതേ ഉള്ളൂ. അതായത് LDF വേണ്ടത്ര അംഗീകാരം നൽകിയില്ല. അംഗീകാരം തല്ലുക എന്നുള്ളതല്ല, സ്ഥാനാർത്ഥിയാക്കുകയോ 3 തവണ മത്സരിപ്പിക്കുകയോ 10 തവണ മത്സരിപ്പിക്കുകയോ എന്നുള്ളതല്ല. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, പ്രവർത്തിക്കാനുള്ളൊരു ചുറ്റുപാടില്ലാന്ന് തോന്നിയാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ CPM നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയണ്ട, ഞാനില്ല, പാർട്ടിയിലില്ല, തുടരത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ പറ്റുന്നില്ല, എന്താണ് എൻ്റെ പ്രശ്നമെന്നും പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നാണ് ജനപ്രതിനിധിയായിരുന്നത്. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകുകയാണെങ്കിൽ എന്താണ് തീരുമാനം? ഇപ്പം എൻ്റെ മുമ്പിലുള്ളതല്ലത്, ഇപ്പോഴെൻ്റെ മുമ്പിലുള്ള കാര്യമല്ലത്. പാർട്ടി പറയുകയാണെങ്കിൽ നിലവിലുള്ള കാര്യമല്ല, അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. നിലവിൽ എൻ്റെ മുമ്പിൽ ഇല്ല അങ്ങനെ ഒരു. നിലവിൽ സംതൃപ്തയാണോ? നിലവിൽ ഞാൻ അന്നും പറഞ്ഞല്ലോ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ, അന്ന് എൻ്റെ ചിന്തയിലുള്ളതല്ലല്ലോ. പിന്നീട് പലപ്പോഴും മനുഷ്യനല്ലേ, മനുഷ്യന് അങ്ങനെ വന്നാൽ നിങ്ങളോടൊക്കെ പറയൂന്ന് പറഞ്ഞതാ ഇപ്പൊ പറഞ്ഞു. എല്ലാവരോടും ഞാൻ പറഞ്ഞില്ല. ഈ പ്രസംഗത്തിൽ പറഞ്ഞത് അച്ഛന്റെ സമയത്തുള്ള ഒരു CPM അല്ല, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയല്ല നിലവിൽ ഇപ്പോഴുള്ളത് എന്നാണ്. പരിശോധിച്ച് നോക്കിയാണോന്ന്. ഞാൻ വരുന്ന കാലത്തുള്ള പാർട്ടിന്ന് മനസ്സിൽ പാർട്ടി നല്ലതാവും, പക്ഷെ പാർട്ടി ആരാണ് കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും, പാർട്ടിയെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അത് നിങ്ങളൊക്കെ ഇവാലുവേറ്റ്. ക്യാപ്റ്റൻ ശരിയല്ലെന്നാണോ? എന്നൊന്നും ഞാൻ പറയത്തില്ല. ആര് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല, പോകുന്നത് ശരിയാണോ, പ്രവർത്തനങ്ങൾ പഴയതുപോലെയാണോ, ഇപ്പോഴത്തേത് കൂടുതൽ വെച്ചാണ് എനിക്കറിയില്ല. എന്തായാലും എനിക്കങ്ങനെ തോന്നിയില്ല. ഈ അടുത്ത കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ വരും. ഏതാ? കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ. ജനങ്ങൾ തീരുമാനിക്കും. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ ആ മണ്ടരൊന്നുമല്ല, അവർക്കെല്ലാം അറിയാം. അവർ തീരുമാനിക്കും ആര് വരണം. എന്തായാലും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത് വലിയ സംതൃപ്തിയോടെയാണ് എന്നുള്ളതാണ് 24നോട് പ്രതികരിച്ചത്. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. എന്തായാലും എതിർച്ചയിലുണ്ടായിരുന്നപ്പോഴും ആദരവുള്ള നേതാവായിരുന്നു ഐഷ പോറ്റി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.